ആലപ്പുഴ മാന്നാറിൽ വൃദ്ധ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. മകൻ വിജയൻ കുറ്റം സമ്മതിച്ചു. ചില പ്രതികരണങ്ങൾ നോക്കാം. ഞങ്ങളുടെ വന്ന സമയത്ത് ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന സമയത്ത് വീട് മൊത്തത്തിൽ കത്തി നിൽക്കുകയാണ്. അപ്പം ഫയർഫോഴ്സ് വരപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്. അടുത്തേക്കെല്ലാം കിടത്തി നോക്കിയതിന് ശേഷം അപ്പൂപ്പനും അമ്മയും കിടന്നിടത്ത് തന്നെ മരിച്ചു തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ സംശയം അല്ലെങ്കിൽ ചെയ്തെന്ന് തന്നെ ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ചില മോനാണെന്ന് വെച്ചാൽ അമ്മമ്മയ്ക്ക് 5 മക്കളുള്ള ഉള്ളതിലെ ഒരാളാണ്. വിജയൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ പുള്ളിയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പുള്ളിയുടെ സൈക്കിളും കാര്യങ്ങളും ഇവിടെ പോകുന്നുണ്ട്. നമ്മൾ ചെയ്തെന്ന് സംശയിക്കുന്നത് പുള്ളിയെ തന്നെയാണ്. അപ്പം നിലവിൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ കാണാനില്ല. അപ്പം പുള്ളി നല്ല സംശയമുണ്ട്. കാരണം ഇതിന് 2-3 ദിവസം മുമ്പ് തന്നെ പുള്ളിക്കാരൻ ഇവരെ തല്ലുകയും കൈയൊക്കെ മുറിഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അപ്പം കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ നിന്നും വിളിച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാരും വന്ന് അവരെ നേരിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ പുള്ളിയാ ചെയ്തെന്നാണ് നമുക്ക് സംശയം തോന്നുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന മൊഴിയില് എഫ്.ഐ. മൊഴി പ്രകാരം ഈ പറയുന്ന മരണപ്പെട്ടവരുടെ മകനെയാണ് പ്രതിയായിട്ട് അവർ പറയുന്നത്. മൊഴി തന്നെയാണ്. പക്ഷെ അയാളെ പ്രതിയായിട്ട് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഈ കേസിനകത്ത് അന്വേഷണം നടത്തണം. ആദ്യഭാഗമായിട്ട് ഇൻക്വസ്റ്റ്, അതിനുശേഷം പോസ്റ്റ്മോർട്ടം. അതിനകത്ത് മാത്രമേ ഇത് അങ്ങനെയുള്ള ഈ പറയുന്ന മരണം ഇങ്ങനെ അറിയാൻ പറ്റുള്ളൂ. ഇനി കത്തിച്ചതാണോ, അത് ഷോർട്ട് സർക്യൂട്ട് ആണോ, എന്തുപയോഗിച്ച് കത്തിച്ചു, ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് സീനിൽ പോകണം. അവിടെ വെച്ച് ഈ പറയുന്ന ഫോറൻസിക്കിന്റെയും ഫിംഗർ പ്രിന്റിന്റെയും ഡോഗ് സ്ക്വാഡിന്റെ എല്ലാ സഹായത്തോടുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഉറപ്പിക്കാൻ കഴിയുള്ളൂ. മകൻ കസ്റ്റഡിയിലുണ്ട്. അങ്ങനെ അയാളെ ചോദ്യം ചെയ്ത് വരുന്നേ ഉള്ളൂ. പരാതികൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ വെൺമണി സ്റ്റേഷനിൽ എനിക്കിവിടെ അതിന്റെ സാഹചര്യങ്ങളോട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. വിവരങ്ങളുമായി വിസ്മയ പ്രകാശാണുള്ളത്. വിസ്മയ, ഇപ്പോൾ നമ്മൾ കേട്ട പ്രതികരണം എന്ന് പറയുന്നത് ആ ഒരു മരിച്ച വൃദ്ധ ദമ്പതികളുടെ കൊച്ചുമകന്റെ ഒരു പ്രതികരണവും അതോടൊപ്പം തന്നെ വെൺമണി സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ പ്രതികരണവുമാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ ഒരു മകൻ വിജയൻ കുറ്റസമ്മതം നടത്തി. ഇനി എങ്ങനെയൊക്കെയായിരിക്കും ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക അധികൃതർ? ഇപ്പോൾ നിലവിൽ മകൻ വിജയൻ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നത്. എന്തായാലും ഈ ഒരു സ്വത്ത് തർക്കത്തിനെ പറ്റി തന്നെയാണ്, സ്വത്ത് തർക്കം ഉള്ള ഈ ഒരു വിഷയത്തിനെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് മകൻ കടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കൊച്ചുമകൻ മാത്രമല്ല, ഈ മരുമകൻ ഉൾപ്പെടെ അങ്ങനെ ഏറെ പേർ തന്നെ ഈ മകനിലേക്ക് ഒരു സംശയം ആദ്യം തന്നെ ഉന്നയിച്ചിരുന്നു. അതായത് മകനും ഈ മാതാപിതാക്കളും തമ്മിൽ നേരത്തെ തന്നെ ഒരു തർക്കം ഉണ്ടായിരുന്നു എന്നും, അതുപോലെ തന്നെ ഈ സ്വത്ത് തർക്കം അല്ലെ ഈ ഒരു സ്വത്ത് എന്ന് പറയുന്ന വിഷയത്തെ പറ്റി ഇവർ തമ്മിൽ നേരത്തെ കുറെ തർക്കങ്ങളൊക്കെ ഉണ്ട് എന്ന് നേരത്തെ തന്നെ ഇവരൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മകനിലേക്കായിരുന്നു പോലീസിന്റെയും സംശയം ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ ഒരു തീപിടുത്തം കഴിഞ്ഞതിന് ശേഷം മകനെ കാണാനില്ല. ആദ്യം മകനെ കാണാനുണ്ടായിരുന്നില്ല. പിന്നീടാണ് പോലീസുകാർ ഒരു ഇടവഴിയിൽ നിന്നാണ് ഈ മകനെ കണ്ടുപിടിക്കുന്നതും കസ്റ്റഡിയിൽ എടുക്കുന്നതും. 2 ദിവസം മുന്നേ തന്നെ, ഈ ഒരു വിഷയം ഉണ്ടാകുന്നതിന്റെ 2 ദിവസം മുന്നേ തന്നെ ഈ വീട്ടിൽ മകനും ഈ മാതാപിതാക്കളും തമ്മിൽ തർക്കം ഉണ്ടാവുകയും അതുപോലെ തന്നെ അച്ഛനായ രാഘവന്റെ കൈ മകൻ തല്ലി ഒടിക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ അച്ഛൻ പരാതി കൊടുക്കുകയും അന്ന് ആ ഒരു പരാതിക്ക് ഇന്നായിരുന്നു മകനെ വിളിപ്പിച്ചിരുന്നത്. പക്ഷെ ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തു. എന്നിരുന്നാലും എല്ലാവരുടെയും സംശയം ഉന്നയിച്ചതുപോലെ തന്നെ മകനിലേക്ക് തന്നെ അവസാനം സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. മകൻ തന്നെയാണ് ഇത്തരം ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. എന്നാലും ഇങ്ങനൊരു സംഭവം കേരളത്തിലൊരു തുടർക്കഥയായി മാറുകയാണ്. ഇങ്ങനെ ഒരു കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ, അതായത് സ്വത്ത് തർക്കമായാലും മാതാപിതാക്കളുടെ ഒരു കൊലപാതകം ഒരു തുടർക്കഥയായി മാറുകയാണ്. എന്തായാലും തീർച്ചയായും വിസ്മയ, എന്തായാലും ആ ഒരു നടപടികളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടികൾ വേഗത്തിലാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മകൻ കുറ്റസമ്മതം കൂടി നടത്തിയ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ തെളിവെടുപ്പുകളുമൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അതിനെ സംബന്ധിച്ച് മറ്റ് കാര്യങ്ങൾ ചോദ്യം ചെയ്യലൊക്കെ ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഒരു നിലവിൽ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ തന്നത്. എന്തായാലും വൃദ്ധ ദമ്പതികൾ മരിച്ചതിൽ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് ബന്ധുക്കളും ആരോപിച്ചിരുന്നത്. മകൻ മാതാപിതാക്കളെ ഉപദ്രവിച്ചിരുന്നു. കൃത്യത്തിന് പിന്നിൽ മകൻ വിജയനാണെന്ന് തന്നെയാണ് മരുമകൻ വിനോദ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞിരുന്നത്. എന്തായാലും അതിപ്പോൾ കൂടുതൽ വ്യക്തമായിരിക്കുന്നു. ഇത് എൻ്റെ അമ്മായിച്ചനും അമ്മായിയാണ് മരിച്ചിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് 1/2 കിലോമീറ്റർ ഇങ്ങോട്ട് മാറുകയാണ്. 5 മാസം കൊണ്ട് ഞങ്ങൾ അവിടെ താമസിച്ചോണ്ടിരുന്നത്. ഈ മോൻ കേസ് കൊടുത്തിട്ട് ഞങ്ങളെ അവിടെ നിന്ന് മാറ്റിയായിരുന്നു. അമ്മ അച്ഛനും നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോൻ അവിടെ താമസിച്ചോണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു 3 മണിക്ക് ശേഷമാണ് ഇതുണ്ടായത്.
എന്നിട്ട് അമ്മയും അച്ഛനെ കട്ടിലെ തന്നെ കിടക്കുന്നു, രണ്ടുപേരെ കട്ടിലെ തന്നെ കിടന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ രണ്ടുപേർ പെര മൊത്തം കത്തിയത്, മൊത്തം ഷീറ്റിട്ട പെരയായിരുന്നു കംപ്ലീറ്റ്. ഞാനായിരുന്നു പെര വെച്ചത്, ഷീറ്റിട്ട പെരക്കകത്ത് അവർ കിടന്നത്. ആ രണ്ട് കട്ടിലെ തന്നെ രണ്ടുപേർ കിടക്കുന്നത്, ആ കിടന്ന പടുതി തന്നെ കിടന്ന് മരിക്കുന്നത്. അത് ഇണ്ണിച്ചിറങ്ങിയിട്ട് ഒന്നുമില്ല. ഞങ്ങൾ ഇന്ന് രാത്രി 3 മണിയായപ്പോൾ എന്നെ അവിടെ മോള് വിളിച്ചു പറഞ്ഞ് പെരയ്ക്ക് തീ കത്തിയെന്ന്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇല്ലെന്ന് വിചാരിച്ചു അതിനകത്ത്. പിന്നെ നോക്കിയപ്പോൾ എല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ചത്ത കട്ടിലെ തന്നെ രണ്ടുപേരും അതുപോലെ ഇപ്പോൾ സ്വത്തുവർക്കെന്ന് പറയാൻ അയാൾക്ക് മൊത്തം വേണമെന്ന് വേണ്ടി ചെയ്ത പണിയാണ്. നേരത്തെ മേല് നോക്കിക്കുന്നുണ്ട്. 2 ദിവസം മുമ്പേ അച്ഛനെ അടിച്ചിട്ട് കേസായി മാവേലിക്കര ആശുപത്രിയിൽ നിന്ന്. അച്ഛനും അമ്മയും മേല് നോക്കിയായിരുന്നു. എന്നിട്ട് പറഞ്ഞു നിനക്ക് ഡേറ്റ് കണ്ടിട്ടുണ്ട് അമ്മയെടുത്ത്, ചത്തില്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൂലെന്ന് ഈ മോൻ പറയുന്നുണ്ട്, ദിവസവും പറയുമായിരുന്നു. അതിനുശേഷം ഇതുണ്ടായത് ഇപ്പം. മോനല്ലാതെ വേറെ എന്ന് പറഞ്ഞാൽ കട്ടിൽ കിടന്ന് തന്നെ മരിക്കണമെങ്കിൽ മോൻ എന്തെങ്കിലും ചെയ്യും, അല്ല ഒരു കട്ടിലെ കിടന്ന് തന്നെ ഈ തീ മരിക്കത്തില്ലല്ലോ. മോൻ തന്നെ ചെയ്ത് വേറെ ആരും ചെയ്യാൻ അവിടെ ഇതില്ല. അതിനെ ഞങ്ങളെ ഓടിച്ചു അവിടെ ഞങ്ങളെ പിള്ളേരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് അതിന് വേണ്ടി തന്നെ കേസ് കൊടുത്ത് ഓടിച്ചു അവിടുന്ന് 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് ഞങ്ങൾ താമസിക്കുന്നത്. മരുമകനും കൊച്ചുമകനും അടക്കം ആരോപിച്ചത് ഈ ഒരു മകൻ വിജയൻ തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളത്. എന്നാൽ മറ്റൊരു വെളിപ്പെടുത്തലുമായി ചെന്നിത്തല പഞ്ചായത്ത് വാർഡ് മെമ്പറും ഈ രംഗത്ത് വന്നിട്ടുണ്ട്. ദമ്പതികളെ പ്രതി വിജയനെ കൂടാതെ മരുമകനും കൊച്ചുമകനും ഉപദ്രവിക്കാറുണ്ടായിരുന്നതായി മെമ്പർ അജിത ദേവരാജൻ പറയുന്നു. ഇവർ തമ്മിലുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് മരുമകനെയും കൊച്ചുമകനെയും വീട്ടിൽ നിന്ന് മാറ്റിയതെന്നും മെമ്പർ പറഞ്ഞു. അതൊന്ന് കേട്ടു നോക്കാം. ആളുകൾ കൊണ്ട് ഇവിടെ വിഷയങ്ങളുണ്ട്. ഈ അമ്മയുടെ 5 മക്കളാണ്. അതിൽ 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. അതിലൊരാൾ മരിച്ചുപോയി, ഒരാണും മരിച്ചു, 2 സ്ത്രീകളും മരിച്ചു. ബാക്കി 2 മക്കളായിപ്പം ഉള്ളത്. ഈ കൊച്ചുമക്കൾ ഉൾപ്പെടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഇളയ മോടെ ഭർത്താവും മക്കളുമായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ അവർ തമ്മിലുള്ള ചില വിഷയങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ട്. നമ്മൾ അന്നേരം വന്ന് അതെല്ലാം ഒത്തുതീർപ്പാക്കി മാറാറുണ്ട്.